കൽക്കത്തയിലെ കോളേജ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. കോളേജ് സ്ട്രീറ്റിൽ ഈ കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്. ബംഗാളിൻ്റെ സാംസ്കാരിക തലത്തിന് വലിയ സംഭാവനകൾ നൽകിയത് ഈ കോഫി ഹൗസാണ്. ബംഗാളിലെ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക പോസ്റ്ററുകൾ ഭിത്തികളിൽ കാണാം. 1876 ഈ കോഫി ഹൗസ് സ്ഥാപിതമായത്. അന്ന് ബാങ്ക് ഓഫ് ബംഗാളിൻ്റെ ട്രഷറർ ആയ രാംകമാൽ സെന്നിൻ്റെ വസതിയാണ് അദ്ദേഹം കോഫി ഹൗസ് ആക്കിയത്. 1947 സ്വതന്ത്രാനന്തരം നെഹ്റു ഗവൺമെൻറ് ഇതിന് കോഫി ഹൗസ് എന്നാക്കി. 1958 കോഫി ഹൗസ് അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചു. എന്നാൽ പ്രസിഡൻസി കോളേജിലെ അധ്യാപകർ സർക്കാരിന് നിവേദനം നൽകി AKG വിഭാവനം ചെയ്ത ഇന്ത്യൻ കോഫി ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തു. പ്രമുഖ ഗായകൻ മന്നാഡെ, പ്രമുഖ സംഗീത സംവിധായകൻ സലിൽ ചൗധരി, പ്രമുഖ സിനിമാ സംവിധായകൻ സത്യജിത് റേ എന്നിവർ സിനിമാ ചർച്ചകളിൽ മണിക്കൂറുകളോളം ഏർപ്പെട്ടിരുന്നത് ഈ കോഫി ഹൗസിലാണ്. അമർത്യ സെൻ, മൃണാൾ സെൻ, ജ്യോതി ബാസു, സോമനാഥ് ചാറ്റർജി, ഋത്വിക് ഘട്ട്, നാരായണൻ ഗംഗോപാധ്യായ എന്നിങ്ങനെ മഹാപ്രതിഭകൾ ഇതേ കോഫി ഹൗസിലെ നിത്യസന്ദർശകരായിരുന്നു. ബംഗാളിലെ നിരവധി സാഹിത്യ മാസികകൾ പിറവി എടുക്കുന്നതിലുള്ള ചർച്ചകൾ ഈ കോഫി ഹൗസിലാണ് നടന്നത്. ബംഗാൾ സിനിമ, നാടക കഥകൾ ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത് ഇതേ കെട്ടിടത്തിൽ തന്നെ. ഇന്നും വിദ്യാർത്ഥി, കല, സാംസ്കാരിക ബുദ്ധിജീവികളും രാഷ്ട്രീയ മേഖലയിലുള്ളവരും സ്ഥിരമായി ഈ കോഫി ഹൗസിലെ ടേബിളുകളിൽ ഒരു കോഫി നുകർന്ന് ബംഗാളിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സംസാരിക്കുന്നു. അന്നത്തെ ആ കെട്ടിടത്തിന് ഒരു മാറ്റവും ഇന്നും വരുത്തിയിട്ടില്ല. നമ്മൾ കൽക്കട്ടയിൽ ചെന്നാൽ ഒരിക്കലെങ്കിലും ഈ കോഫി ഹൗസിൽ വരണം. കോഫിയും കട്ട്ലറ്റുമാണ് ഇവിടുത്തെ വിശിഷ്ട വിഭവം.